പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് വലിയ വീടുകളിൽ വൃദ്ധരായ ദമ്പതികൾ ഒറ്റപ്പെട്ടു താമസിക്കുന്നത്. അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന മക്കൾ കൊച്ചുമക്കളോടൊപ്പം വല്ലപ്പോഴും അവധിക്ക് വന്ന് കൂടെ താമസിക്കുന്നത് മാത്രമാണ് അവർക്ക് ഒരാശ്വാസം. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ ഒരു ഒത്തുചേരൽ ഒരു പ്രാവശ്യം നടക്കാതെ വന്നാൽ അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ സങ്കല്പിച്ച് എഴുതിയതാണ് ഈ കവിത. അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന മകനുമായി വൃദ്ധനായ അച്ഛൻ നടത്തുന്ന ഫോൺ സംഭാഷണ രൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. മകൻ്റെ നിഷേധാത്മകമായ മറുപടികൾ കേൾക്കുമ്പോൾ അച്ഛൻ പഴയകാല ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്നു. വീണ്ടും ഫോണിൽ മകൻ്റെ ഹലോ വിളി കേൾക്കുമ്പോൾ സംഭാഷണത്തിലേക്ക് തിരികെ വരുന്നു. വീണ്ടും ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്നു. ആ രൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഒന്ന് ചൊല്ലി നോക്കാം. വെക്കേഷനല്ലേ മോനെ, വീണയും നീയും കൂടി ചിക്കൂട്ടനെയും കൂട്ടി നാട്ടിലേക്കു പോരണം. വെക്കേഷനല്ലേ മോനെ, വീണയും നീയും കൂടി ചിക്കൂട്ടനെയും കൂട്ടി നാട്ടിലേക്കു പോരണം. വൃദ്ധനാമച്ഛൻ ഫോണിൽ ആഗ്രഹം പറഞ്ഞപ്പോൾ പുത്രൻ അങ്ങേ തലയ്ക്കൽ നിന്നു മറുവാക്കോതി. ഇക്കുറി വരാൻ പറ്റുമെന്നു തോന്നുന്നില്ലച്ഛാ, ചിക്കുമോനിങ്ങിവിടെ വെക്കേഷൻ ക്ലാസ് ഉണ്ടല്ലോ. അന്തിച്ചുപോയി പിതാവ് ഉത്തരമിതു കേൾക്കെ, എന്തിതൊന്നാം ക്ലാസ് കഴിഞ്ഞാലും വേനലിൽ ക്ലാസ്സോ? 7 വയസ്സുപോലും ആകാത്ത കുഞ്ഞിനെന്തി വേനലിൽ പഠിക്കുവാൻ? കളിക്കും പ്രായമല്ലേ. പണ്ടൊക്കെ വേനലവധി എന്നാൽ എല്ലാം മറന്നുണ്ണികൾ ആർത്തുല്ലസിക്കുന്ന കാലമാണല്ലോ. മുറ്റത്തും വളപ്പിലെ മാവുകൾ തഞ്ചോട്ടിലും മുമ്പിലപ്പുറത്തുള്ള തരിശാം കണ്ടത്തിലും നാട്ടിലെ കുട്ടികളെല്ലാവരും ഒത്തുചേർന്നു നാടൻ കളികളിൽ ഏർപ്പെട്ടിരുന്നൊരു കാലം. അങ്ങനെ തന്നെ വളർന്നവനാണ് എൻ്റെ മോനും. എങ്ങനെ അവനെന്നു വേറിട്ടു ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചു വൃദ്ധനാമജ്ജനകൻ തൻ ശങ്ക പങ്കുവയ്ക്കെ ആ മകനിങ്ങനെ ചൊന്നു. പണ്ടത്തെ കാലമല്ല ഇന്നച്ഛ, മത്സര്യത്തിൻ പങ്കപ്പാടാണെമ്പാടും. പിന്നിലായിക്കൂടാ നമ്മൾ. ഇച്ചെറുപ്രായത്തിലെ ട്രെയിൻ ചെയ്തെടുത്താലേ ഇച്ഛ പോലുയരുവാനാവുകയുള്ളൂ നാളെ. അതിനായി ചിക്കൂട്ടന് വെവ്വേറെ കോഴ്സുകളിൽ അഡ്മിഷൻ നേടിക്കൊടുത്തിട്ടുണ്ട് ഈ വെക്കേഷനിൽ. രാവിലെ അബാക്കസ് മാതൃകയിൽ ഗണിതവും ഓർമ്മശക്തി എങ്ങനെ കൂട്ടാമെന്നൊരു ക്ലാസും, ഉച്ചയൂണിനു ശേഷം കൈയക്ഷരം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശീലനം വേറെ, അതിനെ തുടർന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും അതിന് അടിസ്ഥാനമാം ഗ്രാമർ പാഠവും പഠിക്കണം. വൈകുന്നേരം വെയിലിൻ ചൂട് കുറയും നേരം മൈതാനത്തിൽ ക്രിക്കറ്റ് കോച്ചിങ്ങിനു പോകണം. 10,000 എൻ്റെ കീശയിൽ നിന്നും ഇതിനെല്ലാമായിട്ടങ്ങ് എണ്ണിക്കൊടുത്തതു ഞാൻ. അതിനാൽ തന്നെ ഏതു വിധവും അതിൻ മൂല്യം മുതലാക്കേണമൊരു പൈസയും ഒഴിയാതെ. വ്യർത്ഥമായി കളിച്ചു ടൈം പാഴാക്കേണ്ടല്ലോ. ചിക്കു ബുദ്ധിയും ശരീരവും ഉറച്ചു വളരട്ടെ. സ്തബ്ധനായി പോയ പിതാവ് അല്പനിമേഷ നേരം, സ്തന്യഗന്ധം മാറാത്ത കുഞ്ഞിനോടിതു വേണോ? കുട്ടിയായിരുന്നപ്പോൾ എൻ മകൻ കളിച്ച പോൽ കൂട്ടുകാരില്ലേ കൊച്ചുമകനു കളിക്കുവാൻ? പട്ടണത്തിലെ വില്ലയ്ക്കുള്ളിലൊതുങ്ങിയവൻ മറ്റു കുട്ടികളുമായി അടുപ്പമില്ലാതായോ? ഒറ്റമോൻ എന്നുള്ള കാരണത്താൽ എവിടെയും ഒറ്റപ്പെടലിൻ ദൈന്യം അവനെ തളർത്തിയോ? കുറ്റപ്പെടുത്തേണ്ട ഞാൻ എൻ മോനെ ഇക്കാര്യത്തിൽ. ഒറ്റമോനാണ് അവനും എനിക്കും എൻ പത്നിക്കും. സമ്മതിച്ചില്ല ദൈവം അവൻ ഇളയവരെ സമ്മാനിക്കുവാൻ. അതിനു മുമ്പേ അവൻ്റെ അമ്മയ്ക്കു ദുർവാര കഠിനമാം വയറുവേദനയാൽ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടതായി വന്നു. കഷ്ടം. ഏനക്കേട് അതിൻ മൂലമുണ്ടവൾക്കിപ്പോഴും. തൻ മേനിക്കുള്ളിൽ നിന്നൊരു ഭാഗം നീക്കിയതല്ലേ. അതിൽ പിന്നീടു ഞങ്ങൾക്ക് അവൻ മാത്രമായ സ്വപ്നം, അവൻ മാത്രം പ്രതീക്ഷ, അവൻ ഞങ്ങൾ തൻ ലോകം. അതിൽ പിന്നീടു ഞങ്ങൾക്ക് അവൻ മാത്രമായ സ്വപ്നം,
അവൻ മാത്രം പ്രതീക്ഷ, അവൻ ഞങ്ങൾ തൻ ലോകം. അവനെ ചൊല്ലിത്തന്നെ ഞങ്ങളാധി പൂണ്ടതും അവനെ കാണാതിരിക്കെന്നതോ ഹൃദ്ഭേദകം. അവനു വേണ്ടി ഇന്നേ വരെ ജീവിച്ചു ഞങ്ങൾ, അവനെ തന്നെ ഓർത്തു ജീവിച്ചിടുന്നതിന്നും. അവനാണല്ലോ ഞങ്ങൾ വൃദ്ധരായി രോഗികളായി അവശാങ്കരാകുമ്പോൾ ഏകമാലംബവും. എന്നിട്ടും അയൽവീടുകളിലെ കുട്ടികളിൽ നിന്നും അകറ്റിയില്ല ഞങ്ങളവനെ ഏതും. അങ്ങനെ കൂട്ടുകാരുമായി കളിച്ചു വളർന്നോൻ എങ്ങനെ തൻ പുത്രനെ ബന്ധനസ്ഥനാക്കുന്നു? ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന നേരം ഫോണിൻ അങ്ങേ ഭാഗത്തു നിന്നും ഉണർത്തി ഹലോ വിളി. ചൊന്നോ വൃദ്ധൻ, നീ വിചാരിക്കുകിൽ പറ്റുമല്ലോ വന്നു പോകുവാൻ 2 ദിവസം ലീവ് എടുത്താൽ. ഇപ്പോൾ ലീവ് എടുക്കുവാൻ തരപ്പെടുകില്ലച്ഛാ, പുത്തനാം പ്രൊജക്റ്റൊന്നിൻ ചാർജനിക്കാനുള്ളതും. ഒത്തിരി ഉണ്ട് ജോലി, വിശ്രമമേതുമില്ല, രാത്രിയിൽ ഉറങ്ങാണ്ടും ചെയ്തു തീർക്കേണമെല്ലാം. മകന്റെ ഈ ഒഴിവു വാക്കുകൾ കേട്ട വൃദ്ധൻ മനം മാറ്റുവാൻ വീണ്ടും ഒന്നീ വിധം പറഞ്ഞു. എന്നാലും മോനെ, ഒറ്റ ദിവസം പോലുമില്ലേ എല്ലാവരെയും ഒന്നിച്ചൊന്നു കണ്ടാശ്വസിക്കാൻ? എന്നാലും മോനെ, ഒറ്റ ദിവസം പോലുമില്ലേ എല്ലാവരെയും ഒന്നിച്ചൊന്നു കണ്ടാശ്വസിക്കാൻ? വിഷുവാണല്ലോ വരുന്നാഴ്ച, നീ വന്നിടണം. ഉഷക്കാലത്തെണീറ്റു കണി കാണുക വേണം. വരും കൊല്ലത്തേക്കുള്ളൊരൈശ്വര്യ സമൃദ്ധിയാണരുളുന്നതു ദൈവം അന്നത്തെ കണിയാലെ. കൈനീട്ടം തരുന്നതുണ്ടെല്ലാവർക്കും ഞാനന്നാളിൽ, കൈനീട്ടം തിക്കൂട്ടനും ഏറെ ഇഷ്ടമാണല്ലോ. കണി ഞങ്ങളുമിങ്ങിവിടെ വെക്കുന്നുണ്ടച്ഛാ, കണിക്കു മുതിർക്കുവാനുള്ള സാധനമെല്ലാം കടയിൽ നിന്നു കിട്ടും. കണിക്കിറ്റെന്ന പേരിൽ കൈനീട്ടം തിക്കൂട്ടനും ഞാൻ കൊടുത്തോളാമച്ഛാ. എന്തു ചൊല്ലുവാൻ, കാലം എത്ര മാറിപ്പോയി, ലോകചിന്തയും ചരിതവും എല്ലാമേ അതുപോലെ. എന്തു ചൊല്ലുവാൻ, കാലം എത്ര മാറിപ്പോയി, ലോകചിന്തയും ചരിതവും എല്ലാമേ അതുപോലെ. കണി കാണുവാൻ പണ്ടു പഴവും പഞ്ചങ്ങളും കണിവെള്ളരിയും നെല്ലുമുണങ്ങലരിയും കണ്ണിമാങ്ങയും നാളികേരവും തക്കയും കണിക്കൊന്ന പൂക്കളും അടയ്ക്ക വെറ്റിലയും പണം കൊടുത്തു വാങ്ങുകയില്ലായിരുന്നു. സ്വന്തം പറമ്പിലും പാടത്തും മതിയാവോളമുണ്ടാം. ഇല്ലാത്ത വസ്തുക്കൾ അയൽക്കാരും ബന്ധുക്കളും എല്ലാമായി പകുക്കുമാ സ്നേഹത്തിൻ നല്ല കാലം. ഇല്ലാത്ത വസ്തുക്കൾ അയൽക്കാരും ബന്ധുക്കളും എല്ലാമായി പകുക്കുമാ സ്നേഹത്തിൻ നല്ല കാലം. എല്ലാം പോയി, അയൽ വീടുകളിലെ ചങ്ങാതിമാർ ഇല്ലാതായി പലരും. എല്ലാം പോയി, അയൽ വീടുകളിലെ ചങ്ങാതിമാർ ഇല്ലാതായി പലരും. ഉള്ളവരോ മക്കൾക്കൊപ്പം മറുനാടുകളിൽ പോയി താമസമാക്കി അവർ മരുന്നുകളാൽ അന്ത്യനാളുകൾ പോക്കിയിടുന്നു. തൊട്ടയിൽ പക്കത്തുള്ള വീട് വാടകയ്ക്കന്യ നാട്ടുകാർക്കു നൽകിയിരിക്കുകയാണ്. അവിടെ ബംഗാളി തൊഴിലാളികളാണത്രേ താമസം. ബന്ധമില്ലേതും ഞങ്ങൾക്ക് അവരുമായിരുന്നോളം. പിന്നെയും ഫോണിനുള്ളിൽ ഉയർന്ന ഹലോ വിളി മിന്നിഞ്ഞൊടിക്കിടയിൽ മാറുന്ന ചിന്തകളെ തടഞ്ഞു നിർത്തും നേരം അപ്പിതാവ് ഒന്നുകൂടെ ഇടനെഞ്ചുരുക്കി തൻ മകനോടുര ചെയ്തു. 3 കാലിൽ നടക്കും പ്രായമാണ് അച്ഛനെന്നു മോനറിയുന്നതല്ലേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറുമെല്ലാം ഇന്നൻ കൂട്ടുകാരായിട്ടെൻ്റെ അകമേ തന്നെ വാസം തുടങ്ങി വർഷങ്ങളായി. ധമനികളിൽ അങ്ങിങ്ങായി ബ്ലോക്കുകൾ വേറെ ശമനൌഷധങ്ങളാൽ നിയന്ത്രിക്കുന്നേയുള്ളൂ. ചരണാതി ശീർഷാന്തം ശുഷ്കനൻ നെല്ലിൻ കൂടിൻ ഒരു വീഴ്ചയെ വേണ്ടു തവിടുപൊടിയാകാൻ. അച്ഛന് വയ്യാണ്ടായിക്കൊണ്ടിരിക്കുന്നു മോനെ, എത്ര കാലമുണ്ടിനിയെന്നതേ അറിയേണ്ടു. അമ്മയ്ക്കുമുണ്ട് വൈഷമ്യങ്ങളേറെ എന്നതും ഞാൻ പറഞ്ഞറിയേണ്ടതില്ലല്ലോ നീയൻ മോനെ. ശ്വാസം മുട്ടലും കാലിൻ മുട്ടുവേദനയ്ക്കൊപ്പം കാസവും പറയാത്ത വ്യാധിപീഡകളുമായി പൊരുത്തപ്പെട്ടു ജീവിതം മുമ്പോട്ടു പോക്കുന്നു. മരുന്നുകളും സഹായത്തിനുണ്ടെന്നു മാത്രം. നിങ്ങളെ വന്നു കാണാൻ ആഗ്രഹമില്ലാഞ്ഞല്ല, അങ്ങു വന്നിടാൻ ആരോഗ്യമില്ലെന്നറിയാലോ. വൃദ്ധനാം പിതാവിൻ്റെ വേദന നിറഞ്ഞൊരു കഥനം കേൾക്കേ മകൻ വിഷണ്ണനായിട്ടോതി.
എൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കന്നച്ഛാ. നിന്നു തിരിയാൻ പോലും നേരമില്ലാഞ്ഞിട്ടല്ലേ വരുന്ന കൊല്ലം ഞങ്ങൾ മൂവരും ഒരുമിച്ചു വരുന്നതുണ്ടു നമ്മൾ എല്ലാവരും ഒത്തുചേരാൻ. പുത്രൻ കണ്ഠരന്ധ്രത്തിൽ നിന്നു പണിപ്പെട്ടൊരു കൃത്രിമത്തിരിയൊത്തയുണ്ടാക്കി തുടർന്നോതി. പലനാൾ കൂടി വീണ്ടും പണ്ടത്തെ പോലെ അച്ഛൻ ഫലിതം പറഞ്ഞല്ലോ. സമാശ്വസ്തനായി ഞാൻ. അച്ഛനും അമ്മയ്ക്കും ഇനിയുമേറെ വർഷങ്ങൾ സ്വച്ഛമായി കഴിയുവാനുണ്ട് മുന്നിലായി നീളെ. വാർദ്ധക്യ സഹജമാം അസ്വാസ്ഥ്യങ്ങളല്ലാതെ വ്യാധികൾ മാരകമായി ഒന്നുമില്ലിരുവർക്കും. മരുന്നുകൾ മുടങ്ങാതെ ഓർമ്മിച്ചു കഴിക്കണം ഇരുവരും. അമ്മയെ അച്ഛൻ ഓർമ്മിപ്പിക്കണം. സ്റ്റെയർ കേസിലും ബാത്റൂം ടോയ്ലറ്റ് എന്നിവയിലും കെയർഫുള്ളായി വേണം പെരുമാറിക്കൊണ്ടിടാൻ. സ്റ്റെയർ കേസിലും ബാത്റൂം ടോയ്ലറ്റ് എന്നിവയിലും കെയർഫുള്ളായി വേണം പെരുമാറിക്കൊണ്ടിടാൻ. വേറൊന്നും പറയുവാനില്ലെങ്കിൽ നിർത്താം. നേരമേറെയായല്ലോ ജോലിയുണ്ടു തീർക്കുവാനേറെ. അമ്മയോടുമെൻ സ്നേഹാന്വേഷണം പറയുക. ഓർമ്മ വേണം ഞാൻ ആദ്യം ചൊന്ന കാര്യങ്ങളെല്ലാം. ശരി എന്നുപസംഹാര വാക്കു ചൊന്ന പിതാവരികിൽ ചുമരിൽ ചാരി വെച്ചൊരു ഒന്നുവടി കൈനീട്ടിയെടുത്തിട്ടു തറയിലൂന്നി മറ്റേ കൈയൊന്നു സെറ്റിന്മേലമർത്തി പതുക്കനെ. എഴുന്നേൽക്കവേ വീണ്ടും ചിന്തകൾ തന്നൊഴുക്കിൽ മുഴുകിപ്പോയി പാടെ തപ്തനായി ഹതാശനായി. മരുന്നു കഴിക്കാനും കരുതി നടക്കാനും കുരുന്നുകളോടെന്ന പോലല്ലോ മകൻ ചൊന്നു. രണ്ടാമത്തെ ശൈശവമാണ് വാർദ്ധകമെന്നു പണ്ടു ഷേക്സ്പിയർ ചൊന്നത് അവൻ ഓർത്തിട്ടുണ്ടാവാം. അവൻ കുഞ്ഞായിരുന്ന നാളിൽ എത്ര വട്ടം ഞാൻ അവൻ്റെ ശാഠ്യം മറികടന്നു മരുന്നേകി. കുത്തിവെപ്പിനെ പേടിച്ചവൻ പിടഞ്ഞപ്പോൾ ഞാൻ എത്തി കുഞ്ഞു കൈകാലുകൾ മുറുകെ പിടിച്ചുകൊണ്ടഞ്ചാതെ ആശുപത്രികളിലെ നേഴ്സുമാരെ ഇഞ്ചക്ഷൻ കൊടുക്കുവാൻ എത്ര സഹായിച്ചില്ല. ആ മകൻ ഇന്ന് അച്ഛനെ ഉപദേശിക്കാൻ മാത്രം കേമനായി വളർന്നല്ലോ. ചരിതാർത്ഥൻ തന്നെ ഞാൻ. എങ്കിലും ഒരു നോക്കു കാണുവാനാകാത്തൊരീ സങ്കടം തീർക്കാൻ എന്താണൊരുപായം ഈശ്വര. എൻ പുറത്തേറി അവൻ എത്രയീ അകങ്ങളിൽ കൊമ്പനാന കളിച്ചു, ചുങ്കച്ചെട്ടിയാർ കളിച്ചു. ഈ നിലങ്ങളിൽ കുഞ്ഞു കാലടികൾ വെച്ചല്ലോ വീണുമെണീറ്റും അവൻ പിച്ച വെക്കാൻ പഠിച്ചു. ആഹാരത്തിനിരിക്കുമെൻ മടിയിലിരുന്നു പുണ്യാഹം മൂത്രത്താൽ അവനൻ മെയ്യിൽ തളിച്ചതും. രാത്രിയിൽ അവൻ്റെ അമ്മയുറങ്ങാൻ തുടങ്ങുമ്പോൾ മെത്തയിലെണീറ്റിരുന്നമ്മേ കഥ പറകെന്ന് അസ്പഷ്ട വാക്കുകളാൽ കൊഞ്ചി ശാഠ്യം പിടിച്ചുറങ്ങാൻ അനുവദിക്കഞ്ഞതുമോർക്കയിന്നും. വാത്സല്യത്താൽ ഉന്നമ്ര രോമഹർഷങ്ങൾ ഉണർന്നുത്സാഹഭരിതരായി മാറുമീ വയോവൃദ്ധർ. ഈ വക ചിന്തകൾ തൻ ഭാരവും വലിച്ചുകൊണ്ടാ വൃദ്ധൻ മന്ദം മന്ദം ജനാലയ്ക്കൽ വന്നെത്തി. പുറത്തേക്കൊരു നോക്കു നോക്കവേ വീണ്ടും കാലം പുറകോട്ടോർമ്മകളാൽ നയിച്ചിതാ താതനെ. ഈ മുറ്റത്തും ഈ നടവഴിയിലും എൻ മകൻ തൂമയോലും പാദങ്ങൾ ഊന്നിക്കളിച്ചിതെത്ര. ഈ മണൽത്തരികളും എൻ മനോ മൺകൂന പോൽ കോൾമയിർ കൊള്ളുന്നുണ്ടാം ഈ മധുരസ്മൃതിയാൽ. മുച്ചക്ര സൈക്കിളിന്മേൽ സർക്കസ് എന്നു ചൊല്ലി മുറ്റത്തന്നവൻ കൊച്ചു കൊച്ചഭ്യാസങ്ങൾ കാട്ടി തെല്ലു ഭയപ്പെടുത്തി ഞങ്ങളെ. തിരിച്ചെൻ്റെ തല്ലിൽ നിന്നൊഴിഞ്ഞോടി കുസൃതിയാമപ്പൈതൽ. അവൻ്റെ ഓർമ്മകളാണിന്നു ഞങ്ങൾക്കു ജീവപവനൻ. അവൻ വരും നാളെണ്ണിക്കഴിക്കുന്നു. അവനീ അവധിക്കു വരുമായിരുന്നെങ്കിൽ അവൻ്റെ കാർ ഉരുണ്ടുവരും പാതയാണിത്. അവൻ വന്നിറങ്ങേണ്ട മുറ്റമാണിത്. അവനെ വരവേൽക്കേണ്ട ഗൃഹം ഏകാന്ത ശോകമൂകം. നിശ്ചല നിശൂന്യമായി നിഹതേന്ദ്രിയമായി നീരവനിശ്ചേഷ്ടമായി നിൽക്കുകയാണിവിടം. കണ്ണുകൾ കണ്ണീർ മൂടി കാഴ്ചമങ്ങവേ വൃദ്ധൻ ഖിന്നനായി സഗദ്ഗതം സ്വഗതം ഇതു ചൊല്ലി. നമ്മുടേതൊന്നും നമ്മുടേതല്ല, ദൈവം തന്ന നന്മയദാനം മാത്രം നമ്മുടെ മക്കൾ പോലും. കണ്ണുകൾ കണ്ണീർ മൂടി കാഴ്ചമങ്ങവേ വൃദ്ധൻ ഖിന്നനായി സഗദ്ഗതം സ്വഗതം ഇതു ചൊല്ലി. നമ്മുടേതൊന്നും നമ്മുടേതല്ല, ദൈവം തന്ന നന്മയദാനം മാത്രം നമ്മുടെ മക്കൾ പോലും. കാലമോ വെക്കം വെക്കം പാഞ്ഞു പോകുന്നു. നാളെ കാലനാണിനി വരാനുള്ള വിരുന്നുകാരൻ. നമ്മുടേതൊന്നും നമ്മുടേതല്ല,
ദൈവം തന്ന നന്മയദാനം മാത്രം നമ്മുടെ മക്കൾ പോരും. കാലമോ വെക്കം വെക്കം പാഞ്ഞു പോകുന്നു. നാളെ കാലനാണിനി വരാനുള്ള വിരുന്നുകാരൻ.